ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഓണം പരിപാടി വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണദിനാശംസകൾ. അപ്പോൾ ക്ലബിൻ്റെ കീഴിലാണ് നടത്തുന്നത്, യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ, ഞങ്ങളെ ക്ലബിൻ്റെ. അപ്പോൾ ഞാൻ എന്തായാലും പരിപാടിയിൽ അങ്ങനെ പങ്കെടുക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും ഇതൊരു എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു വോയിസ് ഓവർ വ്ളോഗാവും. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുമ്പോഴും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഓണാഘോഷ പരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഓണാഘോഷ പരിപാടികളുടെ തുടക്കമായതുകൊണ്ട് തന്നെ നമ്മൾ ഓണപ്പൂക്കൾ ഇട്ടിട്ടാണ് നമ്മളെല്ലാ ഓണപരിപാടി തുടങ്ങാറുള്ളത്. അപ്പോൾ അങ്ങനെ പൂക്കൾ ഇടുന്ന തിരക്കിലാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ഓണപ്പൂക്കളെല്ലാം സെറ്റായി. അപ്പോൾ ഇനി നേരെ ഓണപരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ടുള്ളത് അപ്പങ്കണി മത്സരം അഥവാ റസ്ക് കടി മത്സരമാണ്. അപ്പോൾ എല്ലാ ഏജിലുള്ളവർക്കും ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ, മുതിർന്നവർ, അങ്ങനെ എല്ലാവിധ പ്രായക്കാർക്കും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപാടി. അപ്പം നല്ല രസമായിരുന്നു ഈ പരിപാടി കാണാൻ. നമ്മൾ ഈ തൂങ്ങിയാടുന്ന കയറ് കണ്ടില്ലേ, ആ കയറിൽ തൂങ്ങിയാടുന്ന റസ്ക് കയ്യെ തൊടാതെ വായ കൊണ്ട് മാത്രം കടിച്ചെടുക്കുക, അതാണ് ഈ മത്സരത്തിൻ്റെ രീതി. അപ്പോൾ കുട്ടികളുടെയൊക്കെ ചാട്ടം, അതുപോലെ എല്ലാവരും ഇങ്ങനെ ചാടി കളിക്കുന്നത്, കടിക്കാൻ പറ്റണമില്ല, എത്തണമില്ല, അങ്ങനെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രായ ആൾക്കാരെ ലെജൻസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല രസത്തിൽ തന്നെ ഈ ഒരു പരിപാടിയിൽ എല്ലാവരും പങ്കാളികളായി. അങ്ങനെ ഈ ഒരു മത്സരത്തിന് ശേഷം നടന്നതാണ് ബലൂൺ ഊതി വീർപ്പിച്ച് പൊട്ടിക്കൽ. ഈ മത്സരത്തിലും കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബലൂൺ ഏറ്റവും വലുപ്പത്തിൽ ഊതി വീർപ്പിച്ച് പൊട്ടിക്കുക, അതായിരുന്നു ഈ മത്സരത്തിൻ്റെ ഒരു നിയമം എന്നുള്ളത്. അപ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു. ബലൂൺ കൊണ്ടുള്ള അടുത്തൊരു മത്സരം ഇനാണ് ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ മത്സരം. നമ്മുടെ കാലിലെ ബലൂൺ പൊട്ടാതെ മറ്റുള്ളവരുടെ ബലൂൺ ചവിട്ടി പൊട്ടിക്കുക എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് വലിയവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും നല്ല രസമായിരുന്നു. ഇതിനിടയിൽ വ്ളോഗ് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ട്രാക്ക് മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ട്രാക്ക് മത്സരങ്ങളിൽ ആദ്യമായിട്ട് തുടങ്ങിയത് ലെമൺ സ്പൂൺ കോമ്പറ്റീഷനാണ്. ലെമൺ സ്പൂൺ കോമ്പറ്റീഷന് ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ കുട്ടികൾക്ക് വരെ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നത് ചെറിയ കുട്ടികളുടെയാണ്. ചെറിയ കുട്ടികൾ സ്പൂണിൽ ബാലൻസ് ചെയ്തിട്ട് ആ ലെമൺ കൊണ്ടുപോകണമാണ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നടന്നത് കുറച്ച് വലിയ കുട്ടികളുടെ ലെമൺ സ്പൂൺ കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഇനങ്ങൾക്കും എല്ലാവിധ ഏജ് കാറ്റഗറിയിലുള്ളവർക്കും പങ്കെടുക്കാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവിധ പ്രോഗ്രാംസും എല്ലാവർക്കും പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ആളുകളുടെ ലെമൺ സ്പൂൺ കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിനുശേഷം നടന്നിട്ടുള്ളത് വാശിയേറിയ ചെറിയ കുട്ടികളുടെ കസേരകളിയാണ്. ചെറിയ കുട്ടികൾക്ക് മാത്രമേ കസേരകളി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കസേരകളിക്ക് മുന്നേ സ്ലോ സൈക്ലിങ്, അതുപോലെ ഓട്ട മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താതിരുന്നത്. അങ്ങനെ നമ്മുടെ കസേരകളി തകൃതിയായിട്ട് നടക്കുകയാണ്. പിന്നെ അതിനുശേഷം നടന്നത് നമ്മുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരമാണ്. ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ 3 പേരുണ്ടാവും. അപ്പോൾ 3 പേര് വന്നിട്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. അപ്പോൾ കുപ്പിയിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഏത് ഗ്രൂപ്പാണ് നിറയ്ക്കുന്നത് ആ ഗ്രൂപ്പിനാവും പ്രൈസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അത് എല്ലാവിധ ഏജ് കാറ്റഗറികൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ ആളുകൾക്കും നമ്മളെ ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം നടന്നത് അടുത്തൊരു മത്സരമായ സൂചി നൂലുകോർക്കൽ മത്സരമാണ്. അപ്പോൾ അത് പെൺകുട്ടികൾക്കും അതുപോലെ ചെറിയ ആൺകുട്ടികൾക്കും നടന്നിരുന്നു. കസേരയിലുള്ള നൂല്, സൂചി എന്നിവ കസേരയിൽ ഇരുന്ന് തന്നെയാണ് ഓർക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആൺകുട്ടികളുടെ എന്താ പറയുക, 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം കിട്ടിയിരുന്നു. പക്ഷെ അതിൻ്റെ നിരാശ ഈ കുട്ടിയുടെ മുഖത്തുണ്ട്. എന്തായാലും പാർട്ടിസിപ്പേഷൻ ഈസ് എവരിത്തിങ് എന്നാണല്ലോ, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അത് കണ്ട് നടന്നത് വാശിയേറിയ കൈപ്പക്ക തീറ്റ മത്സരമാണ്. അപ്പോൾ അതങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നടന്നത് റഷ്മിക്ക് പൊട്ടുകുത്തൽ അഥവാ സുന്ദരിക്ക് പൊട്ടുകുത്തൽ, ആ മത്സരമാണ് പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ സുന്ദരിക്ക് പൊട്ടുകുത്തിയ കറക്റ്റ് കുട്ടിയുടെ വിഷ്വൽ എനിക്ക് കിട്ടിയിട്ടില്ല, ആ സമയത്ത് വേറെ എവിടെയായിരുന്നു. അപ്പോൾ അതിനുശേഷം നടന്നത് പൊട്ടാറ്റോ പിക്കിങ് അഥവാ നാരങ്ങ പിക്കിങ്. നമുക്ക് പൊട്ടാറ്റോ ഇല്ലാത്തതുകൊണ്ട് നാരങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതും നല്ല വാശിയേറിയ പോരാട്ടമായിരുന്നു. അപ്പോൾ അതിനുശേഷം നടന്നത് വാശിയേറിയ മുളക് തീറ്റ മത്സരമായിരുന്നു പിന്നീട് നടന്നിരുന്നത്. ഇതും നല്ല രസം തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് പോരാട്ടം ഏറിയൊരു മത്സരം തന്നെയായിരുന്നു. അതിനുശേഷം നിങ്ങളെല്ലാവരും ഈ ആളുകൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെന്തായാലും നിങ്ങൾക്ക് അടുത്ത മത്സരം കണ്ടാൽ മനസ്സിലാവും. അടുത്ത മത്സരം എന്താണെന്ന് പറഞ്ഞാൽ തേങ്ങ കടിച്ചു പൊതിക്കൽ മത്സരമായിരുന്നു. ഇതും നല്ല വാശിയേറിയ ഭയങ്കര ഒരു ഉദ്വേഗജനകമായൊരു മത്സരമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതും വെള്ളം കുടിക്കാനായിട്ടുള്ള മത്സരങ്ങളാണ്. പക്ഷേ ഇതൊന്നല്ല. ഇനി അടുത്തൊരു മത്സരം വരാണ്ട്.
ഗൈസ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഔട്ട്ഡ്രോ ഇപ്പോഴാണ് എടുക്കുന്നത്. കാരണം ഇന്നലെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഔട്ട്ഡ്രോ എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഫോണ് നേരെ പോക്കറ്റിലിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എന്തൊക്കെയായാലും പരിപാടി എല്ലാതും ഉഷാറായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ മാത്രമാണെന്ന് അറിയില്ല, ഓണപ്പരിപാടിക്കൊക്കെ ആളുകൾ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇങ്ങനെ എടുക്കാനല്ല കരുതിയിരുന്നത്, അതിൻ്റെ ഇടയിലൂടെ നടന്നിട്ടാണ് എടുക്കാൻ കരുതിയിട്ടുള്ളത്. പക്ഷേ ആർക്കും ഒഴിവൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഇങ്ങനെ പ്രോഗ്രാം നോക്കി നടത്തുക അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിഷ്വലൊക്കെ എടുത്ത് വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ക്വയറീസ് അതുപോലെ ഇനി പുതിയ എന്തെങ്കിലും ആഡിങ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും Thanks for watching and subscribe our channel.